ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നിലപാട് മാറ്റത്തിന്റെ സൂചന നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് സുപ്രീംകോടതിയെ നിലപാട് അറിയിക്കാൻ നിയമവിദഗ്ധരുമായി ചർച്ച നടത്തുമെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. സാമുദായിക സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചതോടെ അയ്യപ്പ സംഗമത്തോടുള്ള എതിർപ്പ് പിൻവലിച്ച് BJPയുടെ മലക്കം മറിച്ചു. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ബോർഡ് പരിശ്രമിക്കും. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകിയ NSSന്റെയും SNDPയുടെയും നിലപാട് വെറുതെയല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് PS പ്രശാന്തിന്റെ വാക്കുകൾ. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നിവരെ നേരിൽ കണ്ട് പിന്തുണ ഉറപ്പിച്ച ശേഷമാണ് ദേവസ്വം മന്ത്രി VN വാസവനും പ്രശാന്തും അയ്യപ്പ സംഗമം സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. ഇരുവരോടും സത്യവാങ്മൂലം മാറ്റുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഉറപ്പ് നൽകിയതായാണ് വിവരം. അതുകൊണ്ടാണ് നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷം ആചാരാനുഷ്ഠാനങ്ങൾ കോടതിയെ അറിയിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്. അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച് ശിവഗിരി മഠം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് സെക്രട്ടറി സ്വാമി ശുഭാകാനന്ദ രംഗത്തെത്തി. കാലത്തിന്റെയും ലോകത്തിന്റെയും മാറ്റത്തിനനുസരിച്ച് ആധ്യാത്മികപരമായ ഉണർവിലേക്ക് പോകുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ആത്മീയപരമായ ഉയർച്ച സാമൂഹിക നന്മയ്ക്കാണ്, സാമൂഹിക പുരോഗതിയിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ശ്ലാഘനീയമാണ്. അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമോ അല്ലെങ്കിൽ മറ്റു ലക്ഷ്യങ്ങളോ ആ പ്രവർത്തനത്തിൽ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് യോജിക്കുവാൻ കഴിയില്ല. ഈ മാസം 20 നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. ദക്ഷിണേന്ത്യൻ സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ 7 മുഖ്യമന്ത്രിമാരെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. വെർച്വൽ ക്യൂ സംവിധാനം വഴി ഭക്തർക്ക് രജിസ്റ്റർ ചെയ്യാം. വിദേശത്തുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കും. ഇപ്പോൾ 4000 പേർക്ക്, വിദേശത്തു നിന്നുള്ള 4000 പേർക്ക് നമ്മൾ ഈ വെർച്വൽ ക്യൂ ലോഗിൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം തുറന്നു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3 വർഷമായി വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് ഇവിടുത്തെ കേരളത്തിൽ നിന്നുള്ളവർക്കും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കും നമുക്ക് വീണ്ടും NSSും SNDPയും അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചതോടെ ആദ്യം എതിർപ്പുന്നയിച്ച BJP മലക്കം മറിഞ്ഞു. ആചാരലംഘനം ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തിയാൽ മതിയെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. പുതിയ സാഹചര്യത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുൻ നിലപാടിൽ നിന്നും മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പിൻവാങ്ങിയിട്ടുണ്ടോ? എന്നാൽ കോൺഗ്രസ് വിമർശനം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് അയ്യപ്പ സംഗമമെന്ന് K മുരളീധരൻ കുറ്റപ്പെടുത്തി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.